മണ്ണാർക്കാട് എസ്.ഐ തനി വാടക ഗുണ്ടയാണെന്നും പോലീസാക്കാൻ കൊള്ളില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. തിരിച്ചടിച്ചാൽ അത് താങ്ങാനാവില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. മണ്ണാർക്കാട് കലോത്സവത്തിനിടെ പരിക്കേറ്റ SFI പ്രവർത്തകരെ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആശുപത്രിയിൽ സന്ദർശിച്ചു. മണ്ണാർക്കാട്ടിലെ ഒരു SI അയാൾ SI ആവാൻ കൊള്ളുന്നവനല്ല. അവൻ തനി ഒരു വാടക ഗുണ്ടയെ പോലെ അല്ലെങ്കിൽ കൊട്ടേഷൻ ഗ്രൂപ്പിന്റെ അംഗത്തെ പോലെയാണ് SFIയുടെ പ്രവർത്തകരോട് പെരുമാറിയിട്ടുള്ളത്. ഒരു പ്രകോപനവുമില്ലാതെ ചർച്ച നടത്തുന്നു. ചർച്ചയിൽ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു. പെട്ടെന്നാണ് SIയുടെ നേതൃത്വത്തിൽ ക്യാമ്പിലെ പോലീസുകാരെ വെച്ച് SFIയുടെ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ചടിച്ചിട്ടുള്ളത്. SFIക്കാരുടെ പ്രവർത്തകരെ നേതാക്കളെ മാത്രമാണ് തെരഞ്ഞുപിടിച്ചടിച്ചിട്ടുള്ളത്. അപ്പൊ SI ഒരു ഗുണ്ടയെ പോലെയാണ് പെരുമാറിയിട്ടുള്ളത്. SFI സഹിക്കുന്നതിനപ്പുറമാകുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും തിരിച്ച് പ്രതികരിച്ചാൽ അത് സഹിക്കാൻ പറ്റുന്ന നിലയിലേക്ക് ഈ പറയുന്ന ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് KSUവിന്റെയും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെയും ഏകപക്ഷീയമായിട്ടുള്ള അക്രമം, MSFന്റെയും ഉൾപ്പെടെ അക്രമം നിർത്തുന്നതാണ് നല്ലത്. അല്ലാത്ത പക്ഷം സഹിക്കുന്നതിനപ്പുറമാകുമ്പോൾ സ്വമേധയാ പ്രതികരിക്കുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ പ്രവർത്തകർ എത്തിച്ചേരും. അത് നിങ്ങൾക്കൊരിക്കലും താങ്ങാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കി പോകുന്നതായിരിക്കും നല്ലത്. മറ്റൊന്ന്, ഇത്തരം ഗുണ്ടായുസവും കൊണ്ട് നടക്കുന്ന പോലീസിന്റെ ചുരുക്കം ചില ആളുകളിൽ ഒരുത്തനാണ് മണ്ണാർക്കാട് SI. മണ്ണാർക്കാട് കലോത്സവത്തിനിടെ പരിക്കേറ്റ SFI പ്രവർത്തകരെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. SFI തല്ലുകൊള്ളാൻ വിധിക്കപ്പെട്ടവരല്ലെന്നും ഞങ്ങളെ രണ്ടാംകിടയായി കാണരുതെന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ വഴിയിൽ പോകുമെന്നും EN സുരേഷ് ബാബു SPയെ ഫോണിൽ വിളിച്ചും പറഞ്ഞു. അവരും തല്ലണമെന്നല്ല ഞാൻ പറയുന്നത്. SFIക്കാർ മാത്രമാണ് അടി കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല, രാവിലെ 3 മണിക്ക് ഒരു SFI പ്രവർത്തകനെ MSFകാരും KSUക്കാരും വന്ന് അടിച്ചിട്ട് 2 കൈലിയും തല്ലി ഓടിച്ചിരിക്കുന്നു. ആ കേസിൽ പോലും മൊഴിയെടുക്കാൻ പോലീസ് എത്തിയിട്ടില്ല. അല്ല, ഇത് ഞാൻ പറയുന്നത് ഞങ്ങള് ഈ രണ്ടാം കടയായിട്ട് കണക്കാക്കുന്നത് ശരിയല്ല. ഞങ്ങൾ സർക്കാരിന്റെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാം സഹിക്കാൻ വേണ്ടി നിൽക്കുന്നവരല്ല. അത് SP അത് മനസ്സിലാക്കണം. അല്ല, SI ഇത് വളരെ മോശമായിട്ടാണ്. നിങ്ങളത് ആ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അത് ആക്ഷൻ എടുക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ ന്യായമായി ചെയ്താൽ മതി. CPMന്റെ ഭരണമാണ് എന്നുള്ളത് കൊണ്ട് SFIക്ക് ഒരു ആനുകൂല്യം തരണ്ട. ഞങ്ങളുടെ പിള്ളേരെ അക്രമ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശക്തമായ ആക്ഷൻ എടുത്തോളെ. പക്ഷേ അനാവശ്യമായിട്ട് പോലീസ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ പോലീസിനെതിരെ ആക്ഷൻ എടുക്കാൻ ഒരു ഓഫീസർ എന്ന നിലയ്ക്ക്, നിങ്ങൾ ഉന്നത ഓഫീസർ എന്ന നിലയ്ക്ക് നിങ്ങൾ തയ്യാറാവണം. ഉറപ്പായിട്ടും അല്ലാതെ ഞങ്ങളുടേതായിട്ടുള്ള ഒരു വഴി ഇങ്ങനെ പോകില്ല. ഞങ്ങളെ വെറുതെ തല്ലുകൊള്ളാൻ വേണ്ടി വിധിക്കപ്പെട്ടവരല്ലോ. ഞങ്ങളെല്ലാ തല്ലും കൊള്ളണം, ഞങ്ങൾ തന്നെ മരിക്കും വേണം പറഞ്ഞാൽ എത്ര കാര്യം സഹിക്കാൻ പറ്റുക? ഞങ്ങളുടെ ഒരു വികാരം SP മനസ്സിലാക്കണം. നെല്ലിപ്പുഴ നജാത്ത് കോളേജിൽ നടക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എസോൺ കലോത്സവത്തിലുണ്ടായ പോലീസ് ലാത്തിവീശലിൽ 5 SFI പ്രവർത്തകർക്കാണ് പരിക്കു പറ്റിയത്. SFI മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫായിസ്, പാലക്കാട് സ്വദേശി ബിപിൻ, ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാടം സ്വദേശി വിഷ്ണുമോഹൻ, തൃത്താല സ്വദേശി വൈഷ്ണവ്, ഒറ്റപ്പാലം സ്വദേശി അബു ഫാസിൽ എന്നിവരാണ് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതേസമയം പ്രശ്നം ശാന്തമായ ശേഷവും MSF KSU പ്രവർത്തകർ SFI പ്രവർത്തകരെ മർദ്ദിച്ചതായി പരിക്കേറ്റവർ പറഞ്ഞു. ഷൊർണൂർ SN കോളേജിലെ വിദ്യാർത്ഥി അബു ഫാസിലിനാണ് മർദ്ദനമേറ്റത്. ഫാസിലിന്റെ 2 കൈകളും തല്ലിയൊടിച്ചു. പിന്നെ വൈകുന്നേരം നമ്മളോട് പിള്ളേരെന്റെ പരിപാടിയും കഴിഞ്ഞ് അവിടെ പോരാൻ നിൽക്കുന്ന ഘട്ടത്തിൽ ഞാൻ അതിനിടയിൽ ബൈറ്റൊക്കെ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ന്യൂസുകാർക്ക് ഇന്ന് ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾക്ക് പറയുന്ന സ്ഥിതി ഉണ്ടായി. അതിന്റെ കൂടെ ഒരു മുൻവൈരാഗ്യം കണക്കിലെടുത്തിട്ടാണ് രാത്രി ഞാൻ ക്യാമ്പസ് വിട്ട് അവിടുന്ന് നജാത്ത് കോളേജിൽ നിന്ന് നാട്ടിലോട്ട് പോകാൻ വേണ്ടി വാക്കെടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. അപ്പോൾ KSUവിന്റെ MSFന്റെ നേതാക്കന്മാർ കുറച്ച് ആളുകൾ വന്ന് ഏകദേശം 4-5 ആളുകൾ വന്നിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. മണ്ണാർക്കാട് SI അജാസുദ്ദീനും സംഘർഷത്തിൽ പരിക്കു പറ്റിയിട്ടുണ്ട്. CCN മണ്ണാർക്കാട്.